അല്ല, അദ്ദേഹം ആ വിശദീകരണം നൽകി. നമ്മളത് പരിശോധിക്കുന്നുണ്ട്. ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനെ ചോദിക്കുന്നുണ്ട്. സോ അതിനകത്ത് നമ്മൾ കുറേ അന്വേഷണത്തിൽ ഭാഗമായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഗുണ്ടകളാണ് എന്നെ കരുതിയിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ അല്ലോ എന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷണത്തിൽ നോക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആൾക്കാർ കുറേ പേരെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായിട്ട് പുള്ളിയുണ്ട്. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കുറേ പേരെ നോക്കുന്നുണ്ട്. കിട്ടിയതോടുകൂടി നമ്മൾ കുറേ കേസുകൾ കൂടെ എടുക്കുന്നുണ്ട്. ശരിക്കും ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്ന ഷൈൻ ടോം ചാക്കോയുടെ വാദം സിറ്റി പോലീസ് കമ്മീഷണർ തള്ളി. അങ്ങനെയെങ്കിൽ ഷൈനെ പോലീസിനെ വിളിക്കാമായിരുന്നുവെന്ന് കമ്മീഷണർ പുട്ട വിനോദ്യ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗുണ്ടകളാണ് എന്നെ കരുതിയിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷണത്തിൽ നോക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് കുറേ മാധ്യമ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ കാര്യത്തിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുകയും അതിനകത്ത് ആവശ്യമുള്ള നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബിനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, അതായത് സിറ്റി പോലീസ് കമ്മീഷൻ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. ഹോട്ടലിൽ നിന്ന് ഗുണ്ടകളുടെ ആക്രമണം ഭയന്നാണ് ഓടി രക്ഷപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായും നിയമ സംവിധാനത്തിന്റെ സഹായമായിരുന്നു ഷൈൻ എന്ന് തേടേണ്ടിയിരുന്നത്. നമ്മളത് ഇതിനു മുൻപും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശേഷം അവിടെ നിന്ന് പോയതിനു ശേഷം മറ്റൊരു ഹോട്ടലിലെത്തി നാട് വിട്ടു പോകുന്ന സമയത്തും ഈ പറയുന്ന സുരക്ഷാ ആശങ്കയുണ്ടെങ്കിൽ പോലീസിനെയോ നിയമ സംവിധാനത്തിനെയോ സമീപിക്കാൻ കഴിയുന്നതാണ്. അതായത് ഷൈന്റെ മൊഴി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. തീർച്ചയായും മാധു, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി മാത്രമല്ല, ഷൈൻ്റെ അച്ഛൻ ചാക്കോ പറഞ്ഞത് പേടിച്ചോടിയതാണെന്ന്. അവരുടെ രണ്ടുപേരുടെ നിലപാടുകൾ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരൊറ്റ മറുപടി കൊണ്ട് ഷൈനെ മൊഴിയെ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നാൽ ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? നിയമപാലകരെ സമീപിക്കുക. അതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഷൈൻ ടോം ചാക്കോയെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ നിന്നല്ല, 2 ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാദം ഒന്നും തന്നെ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നത്. അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് എന്നതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഷൈനെ കാണാൻ ആരൊക്കെ ഹോട്ടലിലെത്തി അത് സംബന്ധിച്ച് എല്ലാ അന്വേഷണവും നടത്തുകയാണ്. അവരുടെ എല്ലാം മൊഴിയെടുക്കും. ഷൈനെ കാണാനെത്തിയവരിൽ തൃശ്ശൂർ സ്വദേശിനിയായ ഒരു UK ജോലി ചെയ്യുന്ന ഒരു നേഴ്സുണ്ട്, അവരുടെ മൊഴിയെടുക്കും. ഷൈനെ ആ മുറിയിൽ സന്ദർശിച്ച മറ്റ് 2 പേരുണ്ട്, അവരുടെ മൊഴിയെടുക്കും. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ആ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ച ശേഷമായിരിക്കും ഇനി ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുക. അതിനിടയിൽ ഷൈനിൻ്റെ വൈദ്യപരിശോധനാ ഫലം, അതായത് ലഹരി പരിശോധനാ ഫലം കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഷൈൻ്റെ കാര്യത്തിൽ അതിൽ പോസിറ്റീവ് ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് തലമുടി പരിശോധിക്കുന്നതാണ്. അതിൽ നിന്ന് സ്ഥിരമായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ടിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ശരി, ബിനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.